dears, welcome to the world of English. It is me ESR from MS Solution. ഇനി എന്തിനു വേറെ സൊല്യൂഷൻ ഈസി ഇംഗ്ലീഷ് വിത്ത് ESR. യെസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാർ എന്ന ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് കുറഞ്ഞ സമയത്തിൽ പഠിച്ചാലോ. എന്നാൽ നോക്കിക്കോ, ആദ്യമായി നമ്മൾ നോക്കുന്നത് ആരാണ് വാർ എന്നുള്ള ചാപ്റ്റർ എഴുതിയത്. ശരിക്കും നോക്കിക്കോളാം, വാർ എന്നുള്ള ചാപ്റ്റർ എഴുതിയിട്ടുള്ളത് ലൂയിജി പിരഞ്ചലോ ആണ്. വാർ എന്നുള്ള പറയുന്ന ചാപ്റ്റർ എഴുതിയിട്ടുള്ളത് അദ്ദേഹം ഒരു ഇറ്റാലിയൻ പ്ലെയർ ആയിട്ടും ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്ററുമാണ് നമ്മുടെ ലൂയിജി പിരഞ്ചലോ എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റോറി നടക്കുന്ന സ്ഥലം എവിടെയാണ്? ദ ട്രെയിൻ ജേർണി ഫ്രം റോം ടു സുൽമോണ. റോമിൽ നിന്നും സുൽമോണയിലേക്ക് പോകുന്ന ട്രെയിൻ ഫാബ്രിയാനോ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുന്നുണ്ട്. അവിടെ വെച്ച് രണ്ടാളുകൾ ട്രെയിനിലേക്ക് കയറുന്നുണ്ട്. ഗാരേജ് ഫിൽഡ് വിത്ത് പാസഞ്ചേഴ്സ് ഡ്യൂറിംഗ് വാർ ടൈം. ആ യുദ്ധത്തിന്റെ സമയമാണ്. ആ യുദ്ധത്തിന്റെ സമയത്താണ് ട്രെയിൻ ഇങ്ങനെ റോമിൽ നിന്നും സുൽമോണയിലേക്ക് പോകുന്നത്. അങ്ങനെ സുൽമോണയിലേക്ക് പോകുന്ന വഴിക്ക് ഫാബ്രിയാനോ റെയിൽവേ സ്റ്റേഷനിൽ എന്ത് നിർത്തുന്നുണ്ട്? ട്രെയിൻ നിർത്തുന്നുണ്ട്. അവിടെ വെച്ച് ഇഷ്ടം പോലെ ആളുകൾ ഉണ്ട് ആ ഒരു ട്രെയിനിന്റെ ഗാരേജിൽ കേട്ടോ. സോ പിന്നെ എന്ത് സംഭവിച്ചു? ഈ ഒരു സ്റ്റോറിയിലുള്ള മെയിൻ ക്യാരക്ടേഴ്സിനെ ആദ്യം നമുക്ക് പരിചയപ്പെടാം. വുമൺ ഇൻ മോർണിംഗ്, കരയുന്ന ഒരു സ്ത്രീ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഗ്രീവിംഗ് മദർ എന്നോ ഗ്രീവിംഗ് ലേഡി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സോ അവളൊരു മദറാണ്. ഡീപ്ലി ഗ്രീഫ് സ്ട്രൈക്ക് ആൻഡ് ആങ്ഷ്യസ് ഫോർ ഹെർ ഓൺലി സൺ. അവൾക്കൊരു മകനുണ്ട്. ആ മകനെ കുറിച്ച് എന്തൊക്കെയോ വേവലാതിപ്പെട്ട് സങ്കടപ്പെട്ട് കരയാണ് അവൾ കേട്ടോ. ഓക്കെ, രണ്ടാമത് ഹസ്ബൻഡ് ഉണ്ട്. ടിനി വീക്ക് പൊളൈറ്റ് കൺസേൺഡ് ഫോർ ഹിസ് വൈഫ്. ഭയങ്കര ടിനിയായ, ഭയങ്കര വീക്കായ നല്ലൊരു ഹസ്ബൻഡ് ഉണ്ട്. എപ്പോഴും വൈഫിൻ്റെ കാര്യത്തിൽ ഭയങ്കര കൺസേൺഡ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ഉണ്ട് കേട്ടോ. പിന്നെ എന്താ, സ്റ്റൗട്ട് റെഡ് ഫേസ്ഡ് മാൻ ഉണ്ട്. അദ്ദേഹം ഒരു യാത്രക്കാരനാണ്. ഫാദർ ഹൂ സൺ ഡൈഡ് ഹീറോയിക്കലി ഫോർ ദ കൺട്രി. അതായത് രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം മകൻ എന്ത് ചെയ്തിട്ടുണ്ട്? മരിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഭയങ്കര അഭിമാനത്തോടു കൂടി നടക്കുന്ന ഒരു സ്റ്റൗട്ട് റെഡ് ഫേസ്ഡ് മാൻ ഉണ്ട്. ഇതാണ് നമ്മുടെ കഥയിലെ മെയിൻ ക്യാരക്ടേഴ്സ് കേട്ടോ. സോ നമുക്ക് പ്ലോട്ടിൻ്റെ സമ്മറി നോക്കാം. ദ കപ്പിൾ ഈസ് ട്രാവലിംഗ് ടു സീ ഓഫ് ദെയർ സൺ ഓൺ ഗോയിങ് ടു ദ വാർ എന്ന് പറയുന്നുണ്ട്. യുദ്ധത്തിലേക്ക് പോകുന്ന മകനെ കാണാൻ വേണ്ടിയിട്ട് ഒരു അച്ഛനും അമ്മയും എങ്ങോട്ട് യാത്ര പോവുകയാണ്? അച്ഛനും അമ്മയും യുദ്ധത്തിലേക്ക് പോകുന്ന മകനെ കാണാൻ വേണ്ടിയിട്ട് മകനെ കണ്ട് തിരിച്ചു പോകുന്ന ഒരു യാത്രയാണ് ഇത് വാർ എന്നുള്ള ചാപ്റ്റർ സ്റ്റാർട്ടിങ് പറയുന്നത്. വൈഫ് ഈസ് എക്സ്ട്രീംലി ആങ്ഷ്യസ്. അതായത് വൈഫ് എന്ന് പറഞ്ഞാൽ ആ അമ്മ എന്താണ്? ഭയങ്കര ആങ്ഷ്യസ് ആണ്. റിയാക്ട്സ് ലൈക്ക് എ വൈൽഡ് ആനിമൽ. ഒരു ഭീകരമായ ആനിമലിനെ പോലെ എന്ത് ചെയ്യുന്നുണ്ട്? അവൾ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതർ പാസഞ്ചേഴ്സ് ഡിസ്കസ് ദെയർ ഓൺ ചിൽഡ്രൻ അറ്റ് ദ ഫ്രണ്ട്. അതായത് ഇവിടെ വന്നിട്ട് പറഞ്ഞു എൻ്റെ മകൻ യുദ്ധത്തിലേക്ക് പോകുന്നതുകൊണ്ട് ആകെ സങ്കടപ്പെടുന്നൊക്കെ ഉണ്ട്. ഭയങ്കര ഭീകരമായിട്ട് ഭയങ്കര ശബ്ദത്തിൽ കരയുന്നൊക്കെ ഉണ്ട്. പക്ഷേ അവൾ അറിയാത്തൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രെയിനിൽ സഞ്ചരിക്കുന്ന എല്ലാവരുടെ മക്കളും ഓൾറെഡി യുദ്ധത്തിന് പോയിട്ടുണ്ടായിരുന്നു. ചില ആളുകളുടെ മക്കളൊക്കെ യുദ്ധത്തിന് പോയതിനു ശേഷം ഒരുപാട് പരിക്കുകൾ പറ്റി വന്നവരൊക്കെ ഉണ്ടായിരുന്നു. അത് അപ്പോഴാണ് ആര് വരുന്നത്? സ്റ്റൗട്ട് മാൻ വരുന്നത്. സ്റ്റൗട്ട് മാൻ ഷെയർസ് ഹിസ് എക്സ്പീരിയൻസ്. സ്റ്റൗട്ട് മാൻ എന്ത് ചെയ്തു? അവൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് ഡിസ്കസ് ചെയ്തു. സൺ ഡൈഡ് ഹീറോയിക്കലി. അവൻ്റെ മകൻ എന്ത് ചെയ്തിട്ടുണ്ട്? രാജ്യത്തിന് വേണ്ടി മരിച്ചിട്ടുണ്ട്. കണ്ടന്റ് വിത്ത് ഹിസ് സാക്രിഫൈസ് എന്ന് പറയുന്നുണ്ട്. തൻ്റെ സ്വന്തം മകൻ മരിച്ചത് ഭയങ്കര അഭിമാനത്തോടു കൂടി പറയും. എൻ്റെ മകൻ മരിച്ചത് രാജ്യത്തിന് വേണ്ടിയാണെന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു സ്റ്റൗട്ട് മാൻ ഉണ്ട്. ഹിസ് വേർഡ്സ് ടീച്ച് മദർ അക്സെപ്റ്റ് റിയാലിറ്റി ഡിമാൻഡ്സ് ഫോർ വാർ എന്ന് പറയുന്നുണ്ട്. ഹിസ് വേർഡ്സ്, അതായത് ഈ സ്റ്റൗട്ട് മാൻ പറഞ്ഞു മക്കൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും അഭിമാനിക്കാണ് വേണ്ടത്, അല്ല നമ്മൾ സന്തോഷിക്കാണ് വേണ്ടത്, ദുഃഖിക്കല്ല. കാരണം നമ്മളെ മക്കൾ മരിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. ഹിസ് വേർഡ്സ് ടീച്ച്, അതായത് നമ്മുടെ സ്റ്റൗട്ട് മാൻ്റെ വേർഡ്സ് പഠിപ്പിക്കുന്നു ദ മദർ ടു അക്സെപ്റ്റ് ദ റിയാലിറ്റി ആൻഡ് ഡിമാൻഡ്സ് ഫോർ വാർ എന്ന് പറയുന്നുണ്ട്. അതായത് അവിടെയുള്ള മക്കൾ നഷ്ടപ്പെട്ടു പോയ അമ്മമാർക്കൊക്കെ ഇദ്ദേഹം പറയുന്ന വാക്ക് മനസ്സിലായി. അവരൊക്കെ ചിന്തിച്ചാൽ ഇയാൾ പറഞ്ഞത് ശരിയാണ് കേട്ടോ, നമുക്ക് എന്ത് ചെയ്യാം? അവിടെയുള്ള എല്ലാ അമ്മമാരും എന്ത് ചെയ്തു? അവൻ പറഞ്ഞ വേർഡ് അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ നമ്മുടെ ആ ഒരു ഗ്രീനിങ് മദർ അല്ലെങ്കിൽ ആ ഒരു വുമൺ എന്ത് ചെയ്തു? മദർ ഈസ് സ്റ്റൺഡ് ബട്ട് ഗ്രാജുവലി അണ്ടർസ്റ്റാൻഡ് പാരന്റൽ ലവ് ആൻഡ് പ്രാക്ടിക്കൽ ഡ്യൂട്ടി എന്ന് പറയുന്നുണ്ട്. എടാ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിന്റെ മെയിൻ തീം എന്ന് പറയുന്നത് പാട്രിയോട്ട് ലവ്, അതായത് നമ്മുടെ രാജ്യസ്നേഹവും മാതൃസ്നേഹവും, മാതാപിതാക്കളുടെ സ്നേഹവും രാജ്യസ്നേഹവും തമ്മിലുള്ള ഒരു മിക്സിംഗ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. മക്കൾ പിന്നെ പേരൻസിന് എന്ത് വേണം? അവരുടെ മക്കളെ വേണം. പക്ഷേ അവരുടെ മക്കളെ രാജ്യത്തിന് വേണ്ടി യുദ്ധത്തിന് വേണ്ടി പോരാടാൻ അവരെ പറഞ്ഞയക്കുന്നതിൽ മാതാപിതാക്കൾക്കുന്നുണ്ട് ഉള്ളിൽ ചെറിയൊരു ഇഷ്ടക്കേടുണ്ട്. പക്ഷെ അത് പുറത്ത് പറയാൻ പറ്റുമോ? ഇല്ല. അവൾക്ക് രാജ്യവും വേണം, മക്കളും വേണം. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വന്നപ്പോൾ അവർക്കൊരു പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ ഒരു ഇമോഷണൽ പ്രശ്നങ്ങളൊക്കെയാണ് ഈ വാർ എന്നുള്ള ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, സോ അറ്റ് ദ എൻഡ് ദ ഫാദർ ബ്രേക്ക് ഡൗൺ റിയലൈസിംഗ് ഹിസ് സൺ ട്രൂലി ഡെഡ്. അവസാനം ആ സ്റ്റൗട്ട് റെഡ് ഫേസ്ഡ് മാൻ എന്ത് ചെയ്യുന്നുണ്ട്? പൊട്ടിക്കരയുന്നുണ്ട്. ആ പൊട്ടിക്കരയാൻ റീസൺ ഉണ്ട്. നമ്മുടെ വുമൺ ആ ഒരു കരയുന്ന ആ ഒരു ഗ്രീവിംഗ് മദർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങളുടെ മകൻ ശരിക്കും മരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അയാളെ കയ്യിൽ നിന്ന് ആകെ പോകും. അയാൾ ആ സ്റ്റൗട്ട് റെഡ് ഫേസ്ഡ് മാൻ എന്തായിരുന്നു? ഭയങ്കര അഭിമാനത്തോടു കൂടി പറയുമായിരുന്നു, എൻ്റെ മകൻ രാജ്യത്തിന് വേണ്ടിയാണ് മരിച്ചത്, ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു. ആ സമയത്താണ് ആര് വന്നത്? നമ്മുടെ ഈ ഒരു കരയുന്ന ആ ഒരു മദർ, ഗ്രീവിംഗ് മദർ അല്ലെങ്കിൽ ആ വുമൺ വന്നിട്ട് ചോദിച്ചത്, നിങ്ങളുടെ മകൻ ശരിക്കും മരിച്ചിക്കണോ എന്ന് ചോദിച്ചു. എന്തുകൊണ്ടാണ് ചോദിച്ചത്? ഇയാളുടെ ഈ ഒരു പിന്നെ സന്തോഷം കൊണ്ടാണ് ചോദിച്ചത് കേട്ടോ. ഓക്കെ, അതാണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് ഈ ചാപ്റ്റർ മുഴുവൻ പഠിച്ചതിന് ശേഷമായിരിക്കണം സാറിൻ്റെ ഈ വീഡിയോ കാണേണ്ടത്. ഓക്കെ, സോ അതിൻ്റെ തീംസ് എന്തൊക്കെയാണ്? പാരന്റൽ ലവ് വേഴ്സസ് പാട്രിയോട്ടിസം, അതായത് മാതൃസ്നേഹവും രാജ്യസ്നേഹവും തമ്മിലുള്ള ഒരു
സാധനമാണ് ഈ ഒരു ചാപ്റ്ററിൽ പിന്നെ പറയുന്നത്, മാതൃസ്നേഹവും രാജ്യസ്നേഹവും. ഓക്കെ, പിന്നെ ഹീറോയിസം ആൻഡ് സാക്രിഫൈസ് ഇൻ വാർ, യുദ്ധത്തിൽ ഹീറോയിസം കാണിക്കുന്നതും അതേപോലെ പിന്നെ എന്താണ് യുദ്ധത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന കാര്യങ്ങളും. ആക്സെപ്റ്റൻസ് ഓഫ് ഡെത്ത്, സ്വന്തം മക്കൾ മരിച്ചത് അക്സെപ്റ്റ് ചെയ്ത് പോകുന്ന ഒരു ജീവിതം. ദെൻ ഹ്യൂമൻ ഗ്രീഫ് ആൻഡ് സ്റ്റോയിസിസം, ഹ്യൂമൻ ഗ്രീഫ് മനുഷ്യൻ്റെ ദുഃഖവും സങ്കടവും ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ തീമായിട്ട് വരുന്നത്. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കൊണ്ട് പഠിക്കുക. വാറിൽ നിന്നും സ്റ്റൗട്ട് മാൻ്റെയോ അല്ലെങ്കിൽ ഗ്രീനിങ് മദറിൻ്റെയൊക്കെ ക്യാരക്ടർ സ്കെച്ച് നിങ്ങളുടെ SLC പബ്ലിക് എക്സാമിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഏരിയയാണ്. മറക്കാതെ ഈ ഏരിയ കൃത്യമായിട്ട് പഠിച്ചു പോകുക. നിങ്ങളോട് വീണ്ടും പറയുന്നു, കൃത്യമായിട്ട് ചാപ്റ്റർ 2ഉം 3ഉം തവണ റിവിഷൻ ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കണ്ടാലായിരിക്കും നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൻ്റെ ഈ ഒരു വീഡിയോ മനസ്സിലാവുക. സോ അടുത്തൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം. ചാച്ചാ, ബൈ ബൈ, സീ യു.